സാർ, റോയിയുടെ മരണം തന്നെയാണ് വീണ്ടും ചർച്ചാ വിഷയം. ഈ റോയി സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയിലെ പ്രതിനിധിയാണ്, അല്ലെ ഒന്നിലധികം പ്രതിനിധികൾ ഒരാളാണ്. ഇതും ഇയാളുടെ മരണത്തിന് കാരണമായതായിട്ട് ചില കോണുകളിൽ നിന്ന് സംശയം ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ആ സംശയം അസ്ഥാനത്തല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ യൂറോപ്പിലെ ഒരു ക്രിമിനൽ ഹബ്, ക്രൈമിന്റെ ഒരു ഹബ്ബായിട്ട് സ്ലോവാക്യ മാറിയിട്ടുണ്ട്. 55 ലക്ഷം പേര് ആണ് ഈ സ്ലോവാക്യയിലുള്ളത്. ജനസംഖ്യ. മുമ്പ് ഇത് ചെക്കോ സ്ലോവാക്യ ആയിട്ടുണ്ടായിരുന്നതാണ്, രണ്ടായിട്ട് പിരിഞ്ഞു പോയതാണ്. അപ്പോ ഇത് ഈ ശരിക്കും സ്ലോവാക്യക്ക് ഇന്ത്യയിൽ ഒരു കോൺസൽ ജനറൽ ഉണ്ട്, ഔദ്യോഗികമായിട്ടൊരു നയതന്ത്ര പ്രതിനിധി ഉണ്ട്. അത് CJ റോയി അല്ല. ആ ഔദ്യോഗിക പ്രതിനിധിയുടെ പേര് റോബർട്ട് മാക്സിയൻ എന്നാണ്, ഡൽഹിയിലുള്ള കോൺസൽ ജനറൽ. എല്ലാ രാജ്യത്തിനും നയതന്ത്ര പ്രതിനിധികൾ ഉണ്ടാവുമല്ലോ, അംബാസഡർ എന്ന് പറയുന്ന. ആ തരത്തിൽ റോബർട്ട് മാക്സിയൻ എന്ന് പറഞ്ഞ ആളാണ് സ്ലോവാക്യയുടെ ഇന്ത്യയിലെ പ്രതിനിധി. മറ്റേത് റോയിയെ പോലെ വേറെ 2 പേരുണ്ട്. അത് ഈ ഓണററി കോൺസൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഇന്ത്യയിലെ പല രാജ്യങ്ങൾക്കായിട്ട് 200 ഓണററി കോൺസൽമാർ ഉണ്ട്. അത് അങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥാനമാണ് ഈ ഓണററി കോൺസൽ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കിട്ടുന്ന ഗുണം, ഈ കാറിലൊരു ബോർഡ് വെക്കാം, നമ്പർ പ്ലേറ്റ് ഇങ്ങനെ നടക്കാം. ചില മന്ത്രാലയങ്ങളിലൊക്കെ എളുപ്പത്തിൽ കയറി ചെല്ലുമൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ഗുണങ്ങളാണ് എയർപോർട്ടിലൂടെ ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുണമുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഇവരുടെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ കച്ചവടക്കാരുടെ. ഇത് റോയി അല്ലാത്ത മറ്റു 2 പേരും വ്യവസായികൾ തന്നെയാണ്. അവരുടെ വ്യവസായങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് നേടുന്ന സ്ഥാനമാണ് ഈ ഓണററി കോൺസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറെ റോയി അല്ലാതെ സ്ലോവാക്യക്ക് ഓണററി കോൺസൽമാർ വേറെ 2 പേരുണ്ട്. അവരെ പറ്റിയും അന്വേഷിക്കേണ്ടതാണ് വ്യവസായികൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ളത് ഈ അമിത് ചോക്സി എന്ന് പറഞ്ഞിട്ടൊരാള്. അമിത് ചോക്സി. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, സിക്കിം, ആന്ധ്ര, ഒറീസ, തെലങ്കാന, ആന്ധ്ര ഇത്രയും സംസ്ഥാനങ്ങൾക്ക് വിവേക് ലോഹിയ എന്ന് പറഞ്ഞൊരാള്. അപ്പൊ വിവേക് ലോഹിയ ഈ റോയിയെക്കാളും അമിത് ചോക്സിയെക്കാളും വേന്ദ്രൻ ആകാൻ സാധ്യതയുണ്ട്. അയാളുടെ കയ്യിലാണല്ലോ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇരിക്കുന്നത്. അപ്പോ ഈ കേരളം, കർണാടകം ഇതാണ് ഈ സംസ്ഥാനങ്ങൾ കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് റോയി ഇത് കാശ് കൊടുത്ത് മേടിച്ചിരുന്നത്. വലിയ നയതന്ത്ര വാണിജ്യ ഏർപ്പാടുകളൊന്നും ഈ ഓണററി കോൺസൽ സ്ഥാനം വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിന് ഈ ഓണററി കോൺസൽ സ്ഥാനം നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പോൾ ഈ കഴിഞ്ഞ നവംബറിൽ സ്ലോവാക്ക് പാർലമെന്റ്, അവിടെ പാർലമെന്റ് ഉണ്ടല്ലോ സ്ലോവാക്യയില്, ആ സ്ലോവാക്ക് പാർലമെന്റിലെ യൂറോപ്യൻ അഫയേഴ്സ് കമ്മിറ്റിയുടെ അംഗങ്ങളോട്, യൂറോപ്യൻ അഫയേഴ്സ് കമ്മിറ്റി, നമ്മുടെ പാർലമെന്റിൽ പല കമ്മിറ്റികളില്ലേ, ഫോറിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ലോവാക്യൻ പാർലമെന്റിൽ യൂറോപ്യൻ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി അംഗങ്ങളോട് യൂറോപ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് മേധാവി ലോറ കൊവേസി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ലോറ കൊവേസി യൂറോപ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് മേധാവി, അവർ ഈ അംഗങ്ങളോട്, പാർലമെന്റിലെ യൂറോപ്യൻ അഫയേഴ്സ് കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞതാണ്, സ്ലോവാക്യ ഇപ്പോൾ ഈ ക്രിമിനൽ പണമൊഴുക്കിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് സ്ലോവാക്യ. ഇത് ഒരു ഇടത്താവളമായിരിക്കുകയാണ് ഇപ്പോൾ ക്രിമിനലുകൾക്ക്. സ്ലോവാക്യ വാറ്റ് തട്ടിപ്പ് വഴി വരുമാനം നേടുന്നവരുടെ ഇടത്താവളം, മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ ഇടത്താവളം, കള്ളപ്പണം വെളുപ്പിക്കുന്നവരുടെ ഇടത്താവളം, നികുതി വെട്ടിപ്പ് നടത്തുന്നവരുടെ ഇടത്താവളം, ഇതൊക്കെയായിട്ട് സ്ലോവാക്യ ഇപ്പൊ മാറിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ
ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ, സ്ലോവാക്യ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ ഫണ്ട്, അതായത് നമുക്ക് യൂറോപ്യൻ യൂണിയൻ തരുന്ന സഹായം, സാമ്പത്തിക സഹായം, അത് നഷ്ടപ്പെടും. അത്രമാത്രം ക്രിമിനൽ ആക്ടിവിറ്റികളുടെ ഇടത്താവളമാണ് സ്ലോവാക്യ. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഒരു ക്രിമിനൽ രാജ്യമായിട്ട് സ്ലോവാക്യ മാറിയിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞല്ല, അവര് പറഞ്ഞതാണ്. പറഞ്ഞു ഇത്രയും നവംബറിൽ സ്ലോവാക്യ എന്താണ് എന്ന് പാർലമെന്റിലെ അംഗങ്ങളോട് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് മേധാവി പറഞ്ഞിരിക്കുന്നു. അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ക്രിമിനൽ കുറ്റവാളികളുടെ ഒരു ഇടത്താവളമായിട്ട് സ്ലോവാക്യ മാറിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ CJ റോയിക്ക് ഒരുപാട് ശത്രുക്കളില്ല, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എതിരാളികളൊന്നും ഇല്ല എന്നുള്ള ബന്ധുക്കൾ, അയാളുടെ ഓഫീസിലുള്ള ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓഫീസിനുള്ളിലോ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്കോ ഒക്കെ തന്നെ റോയിയോടൊരു വിരോധം ഉണ്ടായിക്കൂടാ എന്നും പറയാൻ പറ്റും. മാത്രമല്ല ഓഫീസ് റൂമിൽ വെച്ച് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തലയിലേക്കല്ല ബുള്ളറ്റ് ചെയ്തത്, നെഞ്ചിലേക്കാണ്. വളരെ ഷാർപ്പ് ഷൂട്ടറായിട്ടുള്ള ഒരാൾ വിചാരിച്ചാൽ അത്തരം ഒരു അറ്റാക്ക് നടത്താൻ പറ്റുമെന്നും ഒരു നിഗമനമുണ്ട്, അല്ലെ? തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പോലീസ് അന്വേഷണത്തില് ഈ ഒരു ഭാഗം, അതാണല്ലോ ഞാനിപ്പോ ഈ സ്ലോവാക്യയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ദുരൂഹമായ സംഭവം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാര് ചോദ്യം ചെയ്തത് കൊണ്ടല്ല ഈ മരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഷൂട്ടിങ് പുറത്തു നിന്നൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവരുടെ ഈ ഓഫീസിൽ 3 മാസമായിട്ട് CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ സ്ലോവാക്യയുടെ കോൺസലിന്റെ ഓഫീസും ഇത് തന്നെയാണ്, ഈ ഓഫീസ് തന്നെയാണ്. അപ്പൊ 3 മാസമായിട്ട് അത് പ്രവർത്തിക്കുന്നു. CCTV പ്രവർത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന ഒരു ദൃശ്യം ഉണ്ടാകരുത് എന്ന് ആർക്കോ നിർബന്ധം ഉണ്ടല്ലോ. റോയ്ക്കോ മറ്റാർക്കോ ഒക്കെ ഈ നിർബന്ധം ഈ വക കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്തരം ഷൂട്ടിംഗ് ഒക്കെ വേറെ എന്തെങ്കിലും സംഘങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അവർക്ക് വകവരുത്തണം എന്നൊക്കെ തോന്നിയാലും അവർക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഷൂട്ടിങ്ങിന്റെ ശബ്ദം കേട്ടിട്ടില്ല എന്ന് പറയുന്നത്? അല്ല, അത് സൈലൻസർ പിടിപ്പിച്ച തോക്കാണെന്ന് പറയുന്നത്. പക്ഷെ സൈലൻസർ പിടിപ്പിച്ച് ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഒരു ഷാർപ്പ് ഷൂട്ടർ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അത് നെഞ്ചിലേക്ക് വരുന്നത്. കാരണം ആന്തരിക അവയവങ്ങൾ തുളച്ചാ വെടിയുണ്ട പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും തലയ്ക്കായിരിക്കില്ല വെടിവെക്കുന്നത്, ചിലപ്പോൾ അതും ഒരു നെഞ്ചിലേക്കായിരിക്കും വെടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഫീസിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പെട്ടുപോകുമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ തീർത്തതാണ്. കാരണം അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോലും. ഇപ്പൊ സാർ ഇപ്പൊ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഒരു MD ഉണ്ടല്ലോ, ജോസഫ്, അവസാനം കണ്ടിരുന്ന ഒരാൾ, അയാൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടാവും. പക്ഷെ ഈ സ്ലോവാക്യൻ ആംഗിള് ഈ ഓഫീസിലെ ആളുകൾക്ക് അറിയണമെന്നില്ല. അല്ല, വിശ്വസ്തരായ 1-2 പേര് അവിടെ ഉണ്ടായിക്കൂടാനൊന്നും ഇല്ലല്ലോ സ്ലോവാക്യയുടെ ചാരൻ എന്നുള്ള രീതിയിൽ. കാരണം ആ അന്വേഷണം അങ്ങോട്ടേക്ക് നീങ്ങും എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ഫിനിഷ് ചെയ്തേക്കും എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്താൽ പോരെ? അങ്ങനെ വരാം. കാരണം ഈ ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിൽ ഈ സ്ലോവാക്യൻ ആംഗിളും കൂടി അവർ ചോദ്യം ചെയ്യുമ്പോൾ ഇതും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ പിടി വീണല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ബ്രേക്ക് ചെയ്യാം അല്ലെ, അതൊക്കെ ഉണ്ടാകാം. ആ ഒരു ലോക്കിംഗ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സംശയം ആളുകൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ നികുതി വെട്ടിപ്പിന്റെയും ഒക്കെ ഒരു ഹബ്ബാണ് സ്ലോവാക്യ. ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, കള്ളക്കടത്ത്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരുടെ ഒരു താവളമാണ് സ്ലോവാക്യ. ചുരുക്കം പറയുന്ന ഒരു ക്രിമിനൽ ഹബ്ബാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്തുകയും ചെയ്യാം. അതെ. അപ്പോ റോയ്ക്ക് വേറെ എന്തെങ്കിലും കച്ചവടം, കാരണം കുറച്ചു കാലം മുമ്പ് വരെ ഈ 2017 ആവുമ്പോൾ 2000 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. 2017 അതിപ്പോ ഒരു 10,000 കോടി രൂപയുടെ ആസ്തിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രമല്ല റോയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഈ സ്ലോവാക്യൻ ആംഗിൾ വെച്ചിട്ട് അതിനുള്ള സാധ്യതയുണ്ട്. ഈ സ്ലോവാക്യയിലെ ഇത്തരം സംഭവങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുള്ള പല പത്രപ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ റോയിയുടെ കാര്യം ചോദിച്ചില്ലേ, ഷാർപ്പ് ഷൂട്ടറിന്റെ ഒക്കെ, ഇതൊക്കെ അന്വേഷിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ പലരും കൊല്ലപ്പെട്ടതായിട്ട് ചരിത്രത്തിലുണ്ട്. ഇത് സ്ലോവാക്യ ശമ്പളം കൊടുക്കുന്ന ജോലിയൊന്നുമല്ല ഇത്. റോയ്ക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. നയതന്ത്ര പ്രതിനിധികൾക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഇല്ലേ പല സ്ഥലത്തും, അതൊന്നും ഇതിൻ്റെ അകത്തില്ല.
യാത്രയ്ക്ക് ഗ്രീൻ ചാനൽ ഉണ്ടാകാം, മന്ത്രാലയത്തിൽ കയറി ചെല്ലാം, കാറിൽ കൊടി വെക്കാം, നമ്പർ പ്ലേറ്റ് വെക്കാം. അപ്പോൾ ഈ ലോങ്ഫോർഡ് ഓഫീസ് തന്നെയായിരുന്നു സ്ലോവാക്യയുടെ കോൺസിൽ എന്നുള്ള നിലയ്ക്കുള്ള ഓഫീസ്. അപ്പോൾ 200-ലധികം കോൺസൽമാർ പല രാജ്യങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇതുപോലെ ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു സംശയമുണ്ട്. ഈ ലാങ്ഫോർഡ് റോഡിലെ ഈ ഓഫീസ് ഉണ്ടല്ലോ, ഈ ഓഫീസിൽ നിന്ന് റോയിയെ എന്തുകൊണ്ട് ഈ നാരായണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ള ചോദ്യമുണ്ട്. 4 കിലോമീറ്റർ അപ്പുറത്ത്, ഈ ഓഫീസിൻ്റെ അപ്പുറത്ത് നല്ല ആശുപത്രികളുണ്ട്. വൈദേഹി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, 4 കിലോമീറ്റർ പോയാൽ മതി. വിക്രം ഫോർട്ടിസ് ഹോസ്മത്ത് ഹോസ്പിറ്റലുണ്ട് 4 കിലോമീറ്ററിൽ. സെന്റ് ഫിലോമിന ആശുപത്രി ഉണ്ട്. ഇവിടെ ഒന്നുമല്ല കൊണ്ടുപോയത്, 10 കിലോമീറ്റർ അപ്പുറത്ത് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് 10 കിലോമീറ്റർ ദൂരെ പോയി? എന്തുകൊണ്ട് CCTV പ്രവർത്തിക്കുന്നില്ല ഇതുപോലൊരു ഓഫീസിൽ? എന്തിന് ഈ റോയിയുടെ കയ്യിൽ തോക്ക് അല്ലേ? അതെ. ആ തോക്ക് വരുന്നതും ഒക്കെ സ്ലോവാക്യയിലെ ഒരു ക്രിമിനൽ ഹബ്ബ് അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഇതിൻ്റെ അകത്ത് കിടപ്പില്ലേ? ഇതൊക്കെയാണ് ഇനി അന്വേഷണത്തിൽ വരേണ്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.